പറവൂർ കോടതി ചരിത്ര താളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പൈതൃക ഘടനയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ കോടതി കടന്നുവന്ന ചരിത്രത്തിലൂടെ ഒരു യാത്ര 1811 പറവൂരും ആലങ്ങാടും ആലുവയും ഉൾപ്പെടുന്ന ആലങ്ങാട് മുഖം പ്രവിശ്യയ്ക്ക് വേണ്ടി അന്നത്തെ തിരുവിതാംകൂർ മഹാറാണി വിളംബരം ചെയ്ത് സ്ഥാപിച്ചതാണ് ഈ കോടതി. 1811 മുതൽ 1873 വരെ ആലുവ UC കോളേജിലെ കച്ചേരി മാളികയിലാണ് പ്രവർത്തിച്ചിരുന്നത്. 1873 പറവൂർ നഗരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. കേരളത്തിലെ പൈതൃക കോടതികളിൽ ഒന്നാണിത്. ഒരു കോൺ വണ്ണത്തിലും 16 കോൽ നീളത്തിനുമുള്ള ചെങ്കൽ തൂണുകളിലാണ് മന്ദിരം നിൽക്കുന്നത്. സിമന്റ് ലഭ്യമല്ലാത്ത കാലത്ത് മണലും കുമ്മായവും ചേർത്ത് പദം വരുത്തി 10 ദിവസം പഴുപ്പിക്കാൻ കൂട്ടിയിട്ട് 10ാം ദിവസം കടുക്ക, ചെമ്പരത്തി, ഉഴിഞ്ഞാവള്ളി തുടങ്ങിയ സസ്യങ്ങൾ ചതച്ചു ചേർത്ത് തയ്യാറാക്കിയ കുമ്മായക്കൂട്ടിൽ പണിത കെട്ടിടം കാലത്തെ വെല്ലുന്ന അത്ഭുതമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരുമ്പ് തുലാൻ ഉപയോഗിച്ചാണ് മച്ചുറപ്പിച്ചിരിക്കുന്നത്. ഈട്ടി തേക്ക് തടികളാണ് ഗോവടികൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 1984 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി നീതിമേള നടന്നത് ഇവിടെയാണ്. 1989 ലോക അദാലത്ത് ആദ്യമായി നടന്നതും ഇവിടെ തന്നെ. വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും നിയമബോധമുണ്ടാക്കുവാൻ മലയാളത്തിൽ നിയമപാഠം തയ്യാറാക്കി പ്രകാശനം ചെയ്തതും പറവൂരിൽ തന്നെ. ചരിത്രത്തിന്റെ തൊട്ടിലിൽ തലയുയർത്തി നിൽക്കുന്ന പറവൂർ കോടതിയുടെ ശോചനീയാവസ്ഥ തുടരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അഭിമാനം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമില്ലേ? ഉറക്കം നടിക്കുന്ന അധികാരികളെ ഉണർത്തേണ്ടേ?